ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇന്ന് ഈ ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ദ്വയ ടീമാണ്. എല്ലാവർക്കും സ്വാഗതം. ഇത് ശരിക്കും പറഞ്ഞാൽ അഗൈൻ ഒരു ഹിസ്റ്ററി മേക്കിംഗ് മൊമെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം പലരും ഇവിടെ വന്നു പോയിട്ടുണ്ട്, പക്ഷെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യമായിട്ടായിരിക്കും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആങ്കറിംഗ് മുതലേ തുടങ്ങാൻ പോകുന്നു. അതൊത്തിരി സന്തോഷം. ആസ് യു ഓൾ നോ, ഇവരുടെ ഒരു ജേർണി തന്നെ ഇറ്റ്സ് എ വെരി ലോങ് ജേർണി അല്ലേ. ഐ തിങ്ക് 2016 മുതലാണ് ദ്വയ എന്ന സംഘടന ആരംഭിക്കുന്നത്. കമ്മ്യൂണിറ്റിയുടെ കൾച്ചർ ഡെവലപ്മെന്റ്, ആർട്സ്, ചാരിറ്റി ഈ മേഖലകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദ്വയ 2017, 18, 19 ഈ വർഷങ്ങളിലൊക്കെ ബ്യൂട്ടി പേജന്റ് സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. ദെൻ ദ്വയ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പുതിയൊരു പേജന്റ്. അത് ട്രാൻസ് വുമൻസിനെ മാത്രം വെച്ചിട്ടല്ല, ട്രാൻസ് മെന്നിനോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കിങ് ആൻഡ് ക്യൂൻ 2025 എന്നുള്ളൊരു ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ കൂടിയും ഞങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാനുണ്ട്, സംസാരിക്കാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സീരിയലായിരുന്നു അമൃത ടിവിയുടെ ആൺപിറന്നോൾ എന്ന് പറയുന്ന സീരിയൽ. അതിലെനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ആൺപിറന്നോൾ എന്ന് പറയുന്ന സീരിയലിലാണ് റിയയ്ക്കാണ് ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ നമ്മൾ വളരെ സെൻസേഷണലായിട്ടൊക്കെ അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടൊക്കെയുള്ള സ്ക്രിപ്റ്റ് വേണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്തരം ഒരു വിഷയത്തിന് ഗവൺമെന്റ് ഒരു അവാർഡ് കൊടുത്തതിൽ ഒത്തിരി സന്തോഷം. അത് കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ വലിയൊരു ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതിൽ ഒത്തിരി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഒന്നും മാത്രമല്ല, അതിലെ ഒരു ട്രാൻസ് മെന്നിന്റെ ഒരു ജീവിത സാഹചര്യത്തെ അതിൽ അടയാളപ്പെടുത്താൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ നല്ല കാര്യമാണ്. അത് അമൃത ടിവിയിലൂടെ സാധിച്ചു എന്നുള്ളതിൽ ഐ എം സോ ഹാപ്പി. അത്തരത്തിലുള്ള ഒരു എംപവർമെന്റും ഇൻക്ലൂഷനും ഉണ്ടായത് തന്നെ ഐ എം സോ ഹാപ്പി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൃത ടി വി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് തന്നെയാണ് നിങ്ങളെയും കരുതിയിരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. പക്ഷെ ഓരോന്നിനും ടൈം ഉണ്ടെന്ന് പറയുന്ന പോലെ ജസ്റ്റ് കണക്റ്റിംഗ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി ഒന്ന് ശ്വേത ചേച്ചി അടുത്ത് മെൻഷൻ ചെയ്തൊരു കാര്യമായിരുന്നു. ശ്വേത ചേച്ചിയുടെ കളിമണ്ണ് എന്ന് പറയുന്ന സിനിമ റിലീസ് ആവുന്നത് എനിക്ക് തോന്നുന്നു 2013 ആ സമയത്ത് ആ സിനിമ റിലീസ് ആവുമ്പം അത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായ ഒരു രംഗം തന്നെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഡെലിവറി ഇന്ന് അത് നോക്കുമ്പോൾ എല്ലാരും ആഘോഷിച്ച് നടക്കുന്ന ഒരു യൂട്യൂബറിന്റെ ഒരു വിഷ്വൽ അത് ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു വലിയ ഗ്യാപ്പ്, 12 years ഗ്യാപ്പിന് ശേഷം വന്നൊരു സംഭവം. ആക്ച്വലി 13 years, ബിക്കോസ് 2012 ഞാൻ പ്രസവിക്കുന്നത്. മൂവി വരുന്നത് 2013. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇന്ന് ആഘോഷിക്കുന്ന ആൾക്കാർ അന്ന് ഒരുപാട് കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഇന്ന് അത് നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു റീസെന്റ് ബ്ലെസ്സിയേട്ടനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ബ്ലെസ്സിയേട്ടൻ പറഞ്ഞു, ഞാൻ അന്നും എനിക്ക് ഷുവറായിരുന്നു ഞാൻ എന്താ ചെയ്യണത്. ആൻഡ് അതിന് ഞാനും അല്ലാതെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. സോ നമ്മൾ പറയില്ലേ, നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം, ഫാമിലി ക്യാൻ ബി എനിബഡി, ബ്ലഡ് റിലേറ്റഡ്, ഔട്ട്സൈഡ്, ഏത് രീതി സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഐ ഹവ് ബീൻ ജസ്റ്റ് ലക്കി. ആൻഡ് ഇന്ന് ഒരുപാട് ആൾക്കാർ അങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, വേറൊരു സംഭവമുണ്ട് ചേച്ചി. ലോക ചരിത്രത്തിൽ ചേച്ചി മാത്രമായിരിക്കും പ്രസവിക്കാൻ ആക്ഷൻ പറഞ്ഞത്. ഞാനല്ല പറഞ്ഞത്, കുട്ടിയാ പറഞ്ഞത്. 2013 ശ്വേത ചേച്ചിയുടെ ഡെലിവറി അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിന്റെ ജനനത്തെ കാണാൻ പറ്റാത്തൊരു സമൂഹം ഇന്നത്തെ കാലത്ത് അതിനെ വളരെ നോർമലൈസ് ചെയ്ത് നോർമലായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സോഷ്യൽ ചേഞ്ചിങ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങള് ഈ ഫ്ലോറിൽ എത്തിയതുപോലെ അത്രയൊരു ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ്. ഐ എം സോ പ്രൗഡ്. ഈ സ്റ്റേജിൽ വെറുതെ അല്ല വന്ന് നിൽക്കുന്നത്, നിങ്ങൾ എല്ലാവരും പ്രൗഡ് മൊമെന്റ് ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പം എനിക്ക് ഇത്തവണത്തെ ദ്വയ 2025 ആ കണ്ടസ്റ്റൻസിനെ കാണണം. എനിക്ക് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്കും കാണണം. നമുക്ക് അവരെ ഒന്ന് പ്രസന്റ് ചെയ്താലോ? തീർച്ചയായിട്ടും. ഓക്കെ, പ്രേക്ഷകരെ, അമൃത ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദ്വയ 2025 കിങ് ആൻഡ് ക്യൂനെ നമ്മൾ ഇവിടെ ഈ വേദിയിൽ പ്രസന്റ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം Dwaya 2025, the King and the Queen. അടിപൊളി.
ഓക്കെ അടിപൊളി.